നമസ്തേ. സാധനാപാദം സൂത്രം 4 ക്ലേശങ്ങളെ വിശദീകരിക്കാൻ തുടങ്ങി. അവിദ്യയാണ് എല്ലാ ക്ലേശങ്ങൾക്കും മൂലകാരണം. ഈ അവിദ്യ തന്നെയാണ് ക്ലേശങ്ങളുടെ 4 അവസ്ഥകൾക്ക്, പ്രസുപ്തം, തനു, വിച്ഛിന്നം, ഉദാരം എന്നിങ്ങനെയുള്ള 4 അവസ്ഥകൾക്കും കാരണം എന്ന് സൂത്രം 4 പറഞ്ഞു കഴിഞ്ഞു. ഇനി സൂത്രം 5 അവിദ്യ എന്താണ് എന്ന് നിർവചിക്കുകയാണ്. സൂത്രം 5 അനിത്യ അശുചി ദുഃഖാനാത്മസു നിത്യശുചി സുഖാത്മഖ്യാതിർ അവിദ്യ. അനിത്യം അനിത്യമായത്, നിത്യമല്ലാത്തത്. അശുചി ശുചിയല്ലാത്തത്, ശുദ്ധമല്ലാത്തത്, അശുദ്ധമായവ. ദുഃഖം ദുഃഖത്തെ തരുന്നത്, ദുഃഖമുണ്ടാക്കുന്നത്. അനാത്മസു അനാത്മാവ്, ആത്മാവ് അല്ലാത്തത്. ഇവയെ നിത്യം നിത്യമായത്, ശുചി ശുദ്ധമായത്, സുഖം സുഖമുള്ളത്, ആത്മഖ്യാതി ആത്മാവ് എന്ന് വിശ്വസിക്കുന്നതാണ് അവിദ്യ, തെറ്റായ അറിവ് എന്നതാണ് അർത്ഥം. അനിത്യമായ ശരീരത്തെ, സ്ഥാവര ജംഗമ വസ്തുക്കളെ നിത്യമാണെന്ന് കരുതുക. ഇതെപ്പോഴും ഉണ്ടാകും, ഇതെപ്പോഴും ഉള്ളതാണ് എന്ന് വിശ്വസിക്കുന്നത് അവിദ്യയാണ്. ശുദ്ധമല്ലാത്ത ശരീരത്തെ ശുദ്ധമാണെന്ന് വിശ്വസിക്കുന്നത്, അതുപോലെ കാമം, ക്രോധം, ലോഭം തുടങ്ങിയ വികാരങ്ങൾ ദുഃഖദായകങ്ങളാണ്, എന്നാൽ അവ സുഖം തരുന്നു എന്ന് വിശ്വസിക്കുന്നത്. ഭാര്യ, ഭർത്താവ്, മക്കൾ എന്നിങ്ങനെയുള്ള ബന്ധങ്ങളെ ആത്മാവിൻ്റെ അംശങ്ങളായി കാണുന്നത് എന്നിങ്ങനെ 4 പ്രകാരങ്ങളിലാണ് അവിദ്യ കാണപ്പെടുന്നത്. ഇനി വ്യാസന്റെ വാക്കുകളെ നമുക്ക് പിന്തുടരാം. ലോകം നിത്യമായതും നാശമില്ലാത്തതും ആണെന്ന് ധരിക്കുക. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ഇവയ്ക്ക് ഒരിക്കലും നാശം ഉണ്ടാവുകയില്ലെന്ന് വിശ്വസിക്കുക. സ്വർഗവും സ്വർഗവാസികളും നരകവും ഒക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുക. ഇതെല്ലാം അവിദ്യ ഉണ്ടാക്കുന്ന സങ്കല്പങ്ങളാണ്. സ്വന്തം ശരീരം ഗർഭപാത്രത്തിൽ കിടന്നതും ബീജാണ്ഡങ്ങളാൽ രൂപപ്പെട്ടതും ഭക്ഷണപാനീയങ്ങൾ കൊണ്ട് വളർന്നതും രസം, രക്തം, മാംസം, അസ്ഥി, മജ്ജ, ശുക്ലം എന്നീ ധാതുക്കളാൽ ആശ്രയിച്ചിട്ടുള്ളതും മലമൂത്രാദികൾ പുറപ്പെടുവിക്കുന്നതും ജലം കൊണ്ട്, ജലം, മണ്ണ് തുടങ്ങിയവ കൊണ്ട് വൃത്തിയാക്കുന്നതുമാണ് ഈ ശരീരം. അത് അത്യന്തം വൃത്തിയില്ലാത്തതാണെന്ന് മനസ്സിലാക്കണം. ഈ ശരീരം വൃത്തിയില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മളത് കുളിച്ച് വൃത്തിയാക്കുന്നത്. നമ്മുടെ ദുർഗന്ധങ്ങൾ സുഗന്ധലേപനങ്ങൾ കൊണ്ട് മണപ്പിക്കുന്നത്, നല്ല മണമുണ്ടാക്കുന്നത്. ആത്യന്തികമായിട്ട് ശരീരം വൃത്തിയില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കണം. അത് വിദ്യയാണ്. അതല്ല ഇത് ഭയങ്കര സംഭവമാണ് എന്ന് വിശ്വസിക്കുന്നതാണ് അവിദ്യ. ഇങ്ങനെയുള്ള ശരീരത്തെ ശുദ്ധിയുള്ളതായി കണക്കാക്കുന്നത് അവിദ്യയുടെ ലക്ഷണമാണ്. ഇണയുടെ ശരീരം സുന്ദരമാണെന്നും അവയവങ്ങൾ അലൗകിക ഭംഗിയുള്ളതാണെന്നും അവരുടെ സാമീപ്യം വളരെയധികം സന്തോഷവും സാന്ത്വനവും നൽകുന്നുണ്ടെന്നും വിശ്വസിക്കുന്നതും അവിദ്യയുടെ ലക്ഷണമാണ്. അത് നമ്മുടെ കേവലം സങ്കല്പം മാത്രമാണ് എന്ന് തിരിച്ചറിയണം. ജീവികളെ കൊല്ലുന്നത് പുണ്യപ്രവൃത്തിയായി കാണുന്നതും ധനം സമ്പാദിക്കുന്നത് സുഖം ലഭിക്കാൻ അത്യാവശ്യമാണെന്ന് വിശ്വസിക്കുന്നതും അവിദ്യയുടെ ലക്ഷണമാണ്.
വിഷയഭോഗങ്ങളിൽ സുഖമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് അവിദ്യയുടെ ലക്ഷണമാണ്. ബന്ധപ്പെട്ട സ്ത്രീ പുരുഷന്മാരിലും വീട്, ധനം തുടങ്ങിയവയിലും ആസക്തി വർദ്ധിച്ച് അവയുടെ സുഖം തൻ്റെ ആത്മസുഖമായും ദുഃഖത്തെ തൻ്റെ ദുഃഖമായും കരുതുന്നത് അവിദ്യ മൂലമാണ്. ബന്ധുക്കളിലും ഭാര്യ, ഭർത്താവ്, പുത്രൻ തുടങ്ങിയവയിലും മിത്രങ്ങളിലും ധനധാന്യാദികളിലും ഗൃഹോപകരണങ്ങളിലും ആസക്തി വർദ്ധിച്ച് അവയിൽ സുഖം കാണുന്നതും അവ നേടാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നതും അവിദ്യ കൊണ്ടാണ് എന്ന് തിരിച്ചറിയണം. ഈ 4 വിധം ആയിട്ടുണ്ടാകുന്ന അവിദ്യയാണ് രാഗദ്വേഷാഭിനിവേശം തുടങ്ങിയ അസ്മിത, രാഗദ്വേഷ, അഭിനിവേശം തുടങ്ങിയ 4 ക്ലേശങ്ങളും ഉണ്ടാക്കി തീർക്കുന്നത്. ഈ 4 കൂടാതെ മോഹം അനേകം വിധമായ അവിദ്യയ്ക്കും കാരണമായി തീരുന്നുണ്ട് എന്ന് അറിയുക. ഈ വിധം സകല വ്യക്തിബന്ധങ്ങളിലും സാമൂഹിക ബന്ധങ്ങളിലും ധനത്തിലും വസ്തുജാലങ്ങളിലും അവിദ്യയെ ദർശിക്കുമ്പോൾ ഇവയെ എങ്ങനെ ക്ലേശകാരണമല്ലാതാക്കാം എന്ന് നാം ആലോചിക്കേണ്ടതാണ്. ഇവയെല്ലാം ഉപേക്ഷിച്ചു പോകാനൊന്നും നമ്മൾക്ക് പറ്റില്ല. അപ്പം ഇവ എങ്ങനെ ക്ലേശത്തിന്, ദുഃഖത്തിന്, രാഗദ്വേഷാദികൾക്ക് കാരണമല്ലാതാക്കി തീർക്കാമെന്നാണ് നാം ആലോചിക്കേണ്ടത്. അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് വൈരാഗ്യമാണ്, ഡിറ്റാച്ച്മെൻറ്റ്. അത് നിരന്തരമായി അഭ്യസിച്ചു കൊണ്ടേയിരിക്കണം. സ്വയം തന്നെ ഒരു ഉപകരണമായി കോലാഹലങ്ങളിൽ ഇടപെട്ട് നിർമ്മമമായി നിന്നുകൊടുക്കാൻ പരിശീലിക്കണം. എല്ലാ സുഖവും ദുഃഖത്തിൽ നിന്നും ഉണ്ടാകുന്നതാണെന്ന് മനസ്സിലാക്കണം. എല്ലാ ലാഭവും മറ്റൊരു നഷ്ടമാണെന്ന് തിരിച്ചറിയണം. ഈ 4 തലങ്ങളെയും അറിഞ്ഞുകൊണ്ട് അവയോട് ഇടപെട്ടു പോകുമ്പോൾ നമ്മൾക്ക് ഈ അവിദ്യാ ക്ലേശത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി കഴിയും.